റിലീസുകളുടെ കാലമാണിപ്പോൾ. നിരവധി സിനിമകളാണ് ഇപ്പോൾ റീ റിലീസിന് എത്തുന്നത്. ആദ്യ വരവിൽ വലിയ പ്രേക്ഷക വരവേൽപ്പ് ലഭിക്കാത്ത സിനിമകൾക്ക് പോലും റീ റിലീസിൽ വമ്പൻ കളക്ഷൻ നേടാറുണ്ട്. മലയാള സിനിമയുടെ റീ റിലീസുകളുടെ കാര്യത്തിൽ എവിടെയും കേൾക്കുന്ന പേരാണ് മോഹൻലാൽ എന്നത്. മോഹൻലാലിന്റെ പഴയ ചിത്രങ്ങളുടെ ഒരു സവിശേഷതയാണ് ആ ചിത്രങ്ങൾ വീണ്ടും കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു എന്നത്. മോഹൻലാലിന്റെ റീ റിലീസ് ചെയ്ത 4 സിനിമകൾക്കും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ചോട്ടാ മുംബൈ എന്നീ സിനിമകളാണ് മോഹൻലാലിന്റെ റീ റിലീസ് ചെയ്ത ചിത്രങ്ങൾ. പുത്തൻ സാങ്കേതിക മികവോടെ തിരിച്ചെത്തിയപ്പോൾ സ്ഫടികം ഏകദേശം 4 കോടി രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത്. ആദ്യ വരവിൽ പ്രേക്ഷകരിൽ അത്ര ശ്രദ്ധ നേടാതെ രണ്ടാം വരവിൽ പ്രേക്ഷക മനം കവർന്ന സിനിമകളിൽ ഒന്നായിരുന്നു ദേവദൂതൻ. ഏകദേശം 5.4 കോടി രൂപയായിരുന്നു ആഗോളതലത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. എന്നും മലയാളികളുടെ വികാരമായി തുടരുന്ന ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് 2024 ഓഗസ്റ്റ് 17-നാണ് റീ റിലീസ് ചെയ്തത്. സിനിമയുടെ ഫൈനൽ റീ റിലീസ് കളക്ഷൻ 4.71 കോടിയാണ്. അതേസമയം ചോട്ടാ മുംബൈ ആകെ നേടിയത് 3.78 കോടിയാണ്. ഇപ്പോൾ റീ റിലീസായ രാവണപ്രഭുവിനെ പറ്റി പറഞ്ഞാൽ വളരെ വേഗത്തിൽ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റുകൾ വിറ്റുപോയ ഒരു റീ റിലീസ് ചിത്രമായി മാറിയിരിക്കുകയാണ് ആ ചിത്രം. 2.60 കോടിയാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എന്നാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കൂടാനാണ് സാധ്യത. ഇപ്പോഴത്തെ ആരാധകരുടെ ഇഷ്ട മോഹൻലാൽ ചിത്രമായ ഉസ്താദ് റീ റിലീസിന് എത്തുകയാണ്. രഞ്ജിത്ത് എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത് 1999 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഉസ്താദ്. കൺട്രി ടോക്കീസിന്റെ ബാനറിൽ ഷാജി കൈലാസും രഞ്ജിത്തും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. ചിത്രത്തിൽ മോഹൻലാൽ, ദിവ്യ ഉണ്ണി, ഇന്ദ്രജ, വാണി വിശ്വനാഥ്, വിനീത്, നരേന്ദ്ര പ്രസാദ്, മണിയംപിള്ള രാജു, ഗണേഷ് കുമാർ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സഹോദരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ പരമേശ്വരന് ആരും അറിയാത്തൊരു അധോലോക പരിവേഷം കൂടിയുണ്ട് ചിത്രത്തിൽ. മോഹൻലാലിന്റെ വ്യത്യസ്ത വേഷപകർച്ചയാൽ പരമേശ്വരന്റെയും ഉസ്താദിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ഉസ്താദ്. ദിവ്യ ഉണ്ണിയാണ് മോഹൻലാലിന്റെ സഹോദരിയായി വേഷമിട്ടത്. ഇരുവരും തമ്മിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനം കവരുന്നവയാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ജാഗ്വാർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ബി വിനോദ് ജെയിൻ ആണ് ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. മികച്ച 4K ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം 2026 ഫെബ്രുവരിയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഉസ്താദിലും അവസാനിക്കുന്നില്ല പ്രേക്ഷകരുടെ സ്വന്തം ലാലേട്ടന്റെ ചിത്രങ്ങളുടെ റീ റിലീസുകൾ. ഇനി റീ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ പട്ടിക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഗുരു, ഉദയനാണ് താരം, സമ്മർ ഇൻ ബദ്ലഹേം, നരൻ, തേന്മാവിൻ കൊമ്പത്ത്, ആറാം തമ്പുരാൻ, ദേവാസുരം, നമ്പർ 20 മദ്രാസ് മെയിൽ, കാക്കക്കുയിൽ തുടങ്ങിയ സിനിമകളും ഉടൻ തന്നെ റീ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. എന്നും ഏവർക്കും പ്രിയപ്പെട്ട ഒരു പിടി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച മോഹൻലാലിനെ പ്രേക്ഷകർ എന്നും നെഞ്ചോട് ചേർക്കുക തന്നെ ചെയ്യും. ലാലേട്ടൻ മാജിക് റീ റിലീസുകളിലും തുടരുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ആർപ്പുവിളികളോടെ ഈ ചിത്രങ്ങളെ വരവേൽക്കുകയാണ്.